നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവല്ല വല്ലംകുളം നാഷണൽ ഹൈസ്കൂളിൽ സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ ആരിഷ് ക്ലബ് ഉദ്ഘാടനവും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ എൻ മനോജ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ആൽഫ തിരുവല്ല സെന്റർ പ്രസിഡന്റ് ലാൽ നന്ദാവനം ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് പരിശീലന പരിപാടി തിരുവല്ല സെന്ററിലെ നഴ്സിംഗ് ഇൻചാർജ് പ്രിയങ്ക കെ രമേശ് നയിച്ചു. PTA പ്രസിഡന്റ് രാജേഷ് കൃഷ്ണൻ, ആൽഫ തിരുവല്ല സെന്റർ സെക്രട്ടറി ജോർജ് വർഗീസ്, ജ്യോതിലക്ഷ്മി, ആൽഫ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ എബിൻ മാത്യു സാം, ജോയിന്റ് സ്റ്റാഫ് സെക്രട്ടറി എൻ മനോജ് കുമാർ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ അസ്ന ഇസ്മായിൽ എന്നിവർ നേതൃത്വം നൽകി. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൽഫ കൊച്ചി സെന്ററിലെ രോഗികൾക്ക് സഹായം വിതരണം ചെയ്തു. കൊച്ചി സെന്റർ പ്രസിഡന്റ് സുബൈദ റഹീമാണ് രോഗികളുടെ കുടുംബങ്ങൾക്കായി എല്ലാ മാസവും പലവ്യഞ്ജനങ്ങൾ, ഡയപ്പറുകൾ തുടങ്ങിയ സാധനങ്ങൾ സ്പോൺസർ ചെയ്യുന്നത്. സിസ്റ്റർമാരായ ശ്യാമ, ജോയ്സി, വോളണ്ടിയർമാർ എന്നിവർ നേതൃത്വം നൽകി. ആൽഫ ഒല്ലൂർ ലിങ്ക് സെന്റർ പ്രതിമാസ അവലോകന യോഗം ഇന്ന് നടന്നു. പ്രസിഡന്റ് ബാബു പാനിക്കുളം അധ്യക്ഷത വഹിച്ചു. സെന്ററിന്റെ പ്രവർത്തന റിപ്പോർട്ടുകൾ പ്രസിഡന്റ്, നഴ്സസ് ഇൻചാർജ്, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവർ അവതരിപ്പിച്ചു. സാമ്പത്തിക സമാഹരണം ലക്ഷ്യമിട്ട് ഫെബ്രുവരിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടിയെക്കുറിച്ച് പ്രസിഡന്റ് വിശദീകരിച്ചു. ഗവേണിംഗ് കൗൺസിൽ മെമ്പർ ഇന്ദിര ശിവരാമൻ, സീനിയർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ഫാബിൻ ബേബി, ഒല്ലൂർ സെന്റർ സെക്രട്ടറി CJ ജോഗി, ട്രഷറർ MJ ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ കോലഴി ചിന്മയ മിഷൻ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പാലിയേറ്റീവ് പരിചരണത്തിലുള്ള രോഗികൾക്കായി സ്പോൺസർഷിപ്പ് നൽകി. ഒരു ദിവസത്തെ രോഗി പരിചരണത്തിന് 100 രൂപ പ്രതിമാസ സ്പോൺസർഷിപ്പാണ് ECS ക്യാമ്പയിൻ വഴി വിദ്യാർത്ഥികൾ സ്വരൂപിക്കുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.